ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. خاصة الجالية الهندية وكيرلا. وأهلا بكم سعادة الدكتورة مريم سلاسي في هذه المناسبة اللطيفة. First of all, I would like to thank you for inviting me to join this event. I introduced to Kerala community and to Kerala to Abdi Shugaram when he translated my first book. വളരെ സന്തോഷപൂർവ്വം നവോത്ഥാന മാസികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. എല്ലാ വർഷവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നവോത്ഥാനത്തിൻ്റെ ഒരു സ്പെഷ്യൽ പതിപ്പ് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വർഷവും അദ്ദേഹം ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണ്. ഇന്ത്യയും കേരളവുമായി സാംസ്കാരിക വിനിമയം നടത്തുന്നതിന് വളരെ സജീവമായ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അബ്ദുൽ ശിവപുരം. അദ്ദേഹത്തിൻ്റെ ശ്രമകരമായി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറിയം ഷിനാസ് ഉൾപ്പെടെ ഇവയിലുള്ള പല എഴുത്തുകാരികളും പല സന്ദർഭത്തിലും വന്നിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ലാതെ അവരവിടെ വരികയും വിദ്യാർത്ഥികളുമായി സാംസ്കാരിക സാഹിത്യ വിഷയങ്ങളെ സംബന്ധിച്ച് വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹിത്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് സംസ്കാരം കൊണ്ട്, സഹൃദയത്വം കൊണ്ട്, നന്മ കൊണ്ട്, അനുകമ്പ കൊണ്ട്, മാനവികത കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശമാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ സാഹിത്യ വിശകലന വിദഗ്ധന്മാർ അതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായി തീർച്ചയായും പരിഗണിക്കുകയും പരിശോധിക്കുകയും അതിനുവേണ്ടി തയ്യാറാക്കുക വിശദാംശങ്ങളിലൊക്കെ ഈ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു വലിയൊരു സന്ദർഭം കേരളവും പ്രത്യേകിച്ച് മലബാറും ഇവയും തമ്മിൽ തുറക്കാനുള്ള സന്ദർഭം കൂടി ആയി മാറുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകോത്സവത്തിൻ്റെ സന്ദർഭം മാത്രമല്ല, തുടർന്നുള്ള സാംസ്കാരിക വിനിമയങ്ങളിലും തീർച്ചയായും കേരളവുമായി ഇവയും അതുപോലെ ഇവിടെയുള്ള സാംസ്കാരിക വകുപ്പുമൊക്കെ പല രീതിയിലും സാംസ്കാരിക വിനിമയങ്ങൾക്കും അതുപോലുള്ള സഹകരണങ്ങൾക്കും സന്ദർഭം ഉണ്ടാകാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മലയാളത്തിൽ മാത്രമല്ല മറ്റ് വിവിധ ഭാഷകളിലേക്കും അറബി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷകളിൽ കൂടി പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും. വചനം ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന നവോത്ഥാനം എന്ന ഈ മാസികയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം പ്രകാശനങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഈ വായനയുടെ സന്തോഷകരമായ ഈ സന്ദർഭത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിരവധി പുസ്തകങ്ങളൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ നവോത്ഥാന പതിപ്പ്. 2 വർഷം മുമ്പ് വന്നപ്പോഴും നവോത്ഥാന പതിപ്പിൻ്റെ പ്രകാശനം ഈ വേദിയിലുണ്ടായിരുന്നു. കോഴിക്കോട് വചനം ബുക്സുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഭാഷ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇത്ര പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടിയത് അബ്ദുമാഷിനും അതുപോലെ തന്നെ വചനം ബുക്സും എല്ലാ തരത്തിലുള്ള ആശംസകളും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അബ്ദുൽ ശിവപുരത്തിൻ്റെ നവോത്ഥാന മാസിക പ്രകാശനം വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. എല്ലാവർക്കും
നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma.